ഹലോ, നമുക്കൊരു കാടമുട്ട മസാല റെസിപ്പി ആയാലോ? അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടത്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സുപരിചിതമായിട്ടുള്ള വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് ഇതിലുള്ളൂ. മല്ലിച്ചപ്പ്, അതുപോലെ കറിവേപ്പ്, കുരുമുളക്, പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ ഒരു ചെറിയ നാരങ്ങയും കൂടെ അതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ട് നല്ലോണം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ കാടമുട്ട എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ തോല് പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ച ആ ഒരു മസാല ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. നല്ലോണം മസാല മൂത്ത് വരണം. മൂത്ത് വന്നിട്ട് മാത്രം നമ്മൾ മുട്ട ചേർക്കാൻ പാടുള്ളൂ. ആദ്യം മുട്ട ചേർത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ മുട്ട ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം. എത്രമാത്രം ഈ ഒരു മസാലയും മുട്ടയും ചേരുന്നുണ്ട് അത്രയും ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മുട്ടയിൽ ഈ മസാല പിടിക്കൂല. നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നന്നായി വഴറ്റി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ചില്ലി ഫ്ലേക്സിലെയും കുരുമുളകായാലും കുഴപ്പമൊന്നുമില്ല, കുരുമുളകോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നല്ലോണം ഈ ഒരു പാൻ വെച്ചിട്ട് ഇത് സോട്ട് ചെയ്തെടുക്കാം. ഇത്ര മാത്രമേ ഇതിന് പണിയുള്ളൂ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.